ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആദിപരാശക്തിയുടെ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഇന്ന് നമുക്കിനിയും 6-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 10 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഇനി അടുത്തത് 11-ാമത്തെ ശ്ലോകമാണ്. തതോ ധുതസടഃ കോപാത് കൃത്വാ നാദം സുഭൈരവം ചചാരാസുരസേനായാം സിംഹോ ദേവ്യാ സുവാഹന. ഇവിടെ ചചാര അസുരസേനായാം എന്നുള്ളിടത്ത് ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം. പപാത അസുരസേനായാം എന്നും കാണാം. രണ്ടും അർത്ഥത്തിൽ ശരി തന്നെയാണ്. തതോ ധുതസടഃ കോപാത്, അപ്പോൾ അനന്തരം എന്ത് ചെയ്തു? ധുതസടഃ കോപാത്, അത്യധികം കോപം കൊണ്ട് തൻ്റെ സടയെ അങ്ങോട്ട് ഉയർത്തിയിട്ട് കൃത്വാ നാദം സുഭൈരവം. കൃത്വ എന്ന് പറഞ്ഞാൽ കൃത്വനാദം, വലിയ ശബ്ദമുണ്ടാക്കി, സുഭൈരവം വലിയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചചാര അസുരസേനായാം അല്ലെങ്കിൽ പപാത അസുരസേനായാം. ഇവിടെ പപാത എന്നാണെങ്കിൽ അസുരന്മാരെയൊക്കെ, ആ അസുര സൈന്യത്തെ ഒന്നാക്കി ഇങ്ങോട്ട് ഓരോന്നായിട്ട് അടിച്ചു വീഴ്ത്തുകയാണ്. സിംഹോ ദേവ്യാ സുവാഹന. സിംഹോ, ആ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം തൻ്റെ കോപം കൊണ്ട് സടയെല്ലാം അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിൽ ഗർജിച്ചുകൊണ്ട്, ആ സിംഹഗർജനം കൊണ്ട് അസുരസേനകളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടും അതേപോലെ അവരെയൊക്കെ ആ സിംഹത്തിൻ്റെ ആ ഊക്കോടെയുള്ള വരവ് കൊണ്ട് തന്നെ ഈ അസുര സൈന്യം പലരും വീണു പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇടയ്ക്ക് കൂടി സിംഹം അങ്ങനെ ചചാര എന്നാണെങ്കിൽ സഞ്ചരിച്ചു. അടുത്ത ശ്ലോകം 12-ാമത്തെ ശ്ലോകം. കാംശ്ചിത് കരപ്രഹാരേണ ദൈത്യാനാസ്യേന ചാപരാൻ ആക്രാന്ത്യ ചാധരേണാന്യാൻ ജഘാന സമഹാസുരാൻ. കാംശ്ചിത് കരപ്രഹാരേണ, ചിലരെയൊക്കെ, ആ അസുര സൈന്യങ്ങളിലെ ചിലരെയൊക്കെ കരപ്രഹാരേണ തൻ്റെ കരം കൊണ്ട് അടിച്ചു കൊന്നു സിംഹം. ദൈത്യാൻ ആസ്യേന ചാപരാൻ, അപരാനാണ് ചാപരാൻ. മറ്റു ചിലരെയൊക്കെ, ആസ്യം എന്നാൽ മുഖം, മറ്റു ചിലരെയൊക്കെ മുഖം കൊണ്ടടിച്ചും കൊന്നു. പിന്നെ ആക്രമ്യ ചരണേന അന്യാൻ, ഇവിടെ ആക്രമ്യ എന്നുള്ളതിന് ആക്രമിച്ചു അല്ലെങ്കിൽ അവരോട് എതിരിട്ടു എന്നുള്ള അർത്ഥം. ചില ഗ്രന്ഥങ്ങളിൽ ആക്രാന്ത്യ എന്നും കാണാം. അതായത് അർത്ഥം ഒന്ന് തന്നെ, ആ വീര്യത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിംഹത്തിൻ്റെ. ചരണേന അന്യാൻ, കാലുകൾ കൊണ്ട് മറ്റു ചിലരെ ചവിട്ടിക്കൊന്നു. ജഘാന എന്നാൽ കൊന്നു. മഹാസുരാൻ, അങ്ങനെ ചില അസുരന്മാരെ തൻ്റെ കരം കൊണ്ടടിച്ചു കൊന്നു. ചിലരെ മുഖം കൊണ്ട് തന്നെ, അതായത് ചാടി വന്ന് അവരുടെ ദേഹത്തേക്ക് മുഖം കൊണ്ട് അടിച്ചു കൊന്നു. ചിലരെ കാലുകൊണ്ട് ചവിട്ടിക്കൊന്നു സിംഹം. ഇനി 13-ാമത്തെ ശ്ലോകമാണ്. കേഷാഞ്ചിത് പാടയാമാസ നഖൈ കോഷ്ഠാനി കേസരി തഥാ തലപ്രഹാരേണ
ശിരാംസി കൃതവാൻ പൃഥക്. കേഷാഞ്ചിത് പാടയാമാസ നഖൈ കോഷ്ഠാനി കേസരി. കേസരി ആ സിംഹം നഖൈ കോഷ്ഠാനി തൻ്റെ നഖപ്രയോഗം കൊണ്ട് തന്നെ ചില അസുരന്മാരുടെ വയറ് അങ്ങോട്ട് പൊളിച്ചു എന്ന് പറഞ്ഞാൽ മാന്തി കീറി. ശരിക്കും ആ നഖങ്ങൾ കൊണ്ട് വല്ലാതെ ആക്രമിച്ചു എന്ന്. നഖങ്ങൾ കൊണ്ട് ചില അസുരന്മാരുടെ വയറ് പൊളിച്ചു എന്ന് പറഞ്ഞാൽ വയറ്റത്തായിരുന്നു ആക്രമണം ഉണ്ടായത്. അങ്ങനെ ചിലരെയൊക്കെ കൊന്നു. പിന്നെ തഥാ തലപ്രഹാരേണ ചിലരെയൊക്കെ, തലം എന്ന് പറഞ്ഞാൽ കൈത്തലം കൊണ്ടടിച്ച് മറ്റു ചിലരുടെയൊക്കെ ശിരാംസി കൃതവാൻ പൃഥക്. പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ, കൃതവാൻ പൃഥക് വേർപെടുത്തി കളഞ്ഞു. ശിരാംസി ചിലരുടെ തലയാകട്ടെ കൈത്തലം കൊണ്ട് തന്നെ അടിച്ച് വേർപെടുത്തി കളഞ്ഞു. അപ്പോൾ അത്ര ശക്തിയായ പ്രഹരമായിരുന്നു ആ സിംഹം ചില അസുരന്മാരുടെ നേർക്ക് പ്രയോഗിച്ചത്. 14-ാമത്തെ ശ്ലോകം. വിച്ഛിന്നബാഹുശിരസ കൃതാസ്തേന തഥാപരേ പപൗ ച രുധിരം കോഷ്ഠാദന്യേഷാം ധുതകേസര. വിച്ഛിന്ന ബാഹുശിരസഃ, ബാഹു കൈകൾ, ശിരസ് തല. വിച്ഛിന്ന അത് മുറിച്ചു മാറ്റിയത്. അപ്പോൾ കൈയും തലയും ഒക്കെ മുറിക്കുന്നതിനും കൃതാസ്തേന തഥാപരേ. കൃത എന്ന് പറഞ്ഞാൽ ചെയ്തു, ചിലരുടെ കൈയും തലയും ഒക്കെ മുറിച്ചു മാറ്റി. തഥ അപരെ മറ്റു ചിലരുടെ ആകട്ടെ പപൗച രുധിരം കോഷ്ടാത് അന്യേഷാം ധുതകേസരഃ. പപൗച രുധിരം, പപൗ എന്ന് പറഞ്ഞാൽ കുടിക്കുക. പപൗച രുധിരം ആ രക്തത്തെ അങ്ങോട്ടെടുത്ത് കുടിച്ചു. കോഷ്ഠാത് അന്യേഷാം ധുതകേസരഃ. തൻ്റെ കോപം കൊണ്ട് ആ സടയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ചില അസുരന്മാരുടെ വയറ് പിളർന്ന ആ രക്തത്തെ ഈ സിംഹം അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ ഓരോ അസുരന്മാരുടെ അടുത്ത് ഓരോ തരത്തിലുള്ള ആക്രമണ രീതിയായിരുന്നു സിംഹം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഒരു പക്ഷേ ഒരു നിമിഷം മുൻപ് കണ്ട ആക്രമണ രീതി ആവില്ല തൊട്ടടുത്ത നിമിഷം സിംഹം അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കുവാൻ ആകാത്ത വിധത്തിൽ അവരെ പ്രതിരോധിക്കുക എന്നത് പ്രതിബന്ധത്തിലാക്കിക്കൊണ്ടാണ് സിംഹം അവിടെ ആ അസുര സൈന്യത്തിൻ്റെ നടുക്ക് തൻ്റെ ആക്രമണം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ പറയില്ല, അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്നത് പോലെ ഓർക്കാപ്പുറത്ത് തങ്ങൾക്കേറ്റ പ്രഹരമായതുകൊണ്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു സാവകാശം കിട്ടാതെ പോയത്. കാരണം പ്രതിരോധിക്കണമെങ്കിൽ ആക്രമിക്കുന്നതിൻ്റെ രീതി മുന്നേ കൂട്ടി കാണണം. ഇത് ഒരാളിനെ ആക്രമിക്കുന്ന രീതിയല്ല മറ്റൊരാളിനെ ആക്രമിച്ചത് എന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പം തന്നെ ധാരാളം സൈനികരെ പെട്ടെന്ന് സിംഹത്തിന് കൊന്നൊടുക്കുവാനും കഴിഞ്ഞു. അടുത്തത് 15-ാമത്തെ ശ്ലോകമാണ്. ക്ഷണേന തദ്ബലം സർവം ക്ഷയം നീതം മഹാത്മന തേന കേസരിണാ ദേവ്യാ വാഹനേനാതികോപിന. വാഹനേന അതികോപിന ഏറ്റവും കോപിഷ്ഠയായിട്ടുള്ള. ഇപ്പോൾ ഈ യുദ്ധഭൂമിയിൽ ഏറ്റവും കോപഭാവത്തെ അതിൻ്റെ ആ ഒരു ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ദേവ്യാവാഹനേന, ആ ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹം ക്ഷണേന തദ്ബലം സർവം, വളരെ ക്ഷണനേരം കൊണ്ട് തന്നെ അവരുടെ ആ ബലത്തെ മുഴുവനും ക്ഷയിപ്പിച്ചു കളഞ്ഞു. ക്ഷയം നീതം മഹാത്മന തേന കേസരിണ. കേസരിണ എന്ന് പറഞ്ഞാൽ സിംഹത്തിനാൽ അവരുടെ ആ ബലം മുഴുവൻ ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അസുര സൈന്യത്തെയൊക്കെ കൊന്നെടുക്കുന്നതിൽ സിംഹം മാത്രം, ദേവിയുടെ വാഹനമായിരുന്ന സിംഹം തൻ്റെ കോപം കൊണ്ട് ജ്വലിച്ച കണ്ണുകളോടുകൂടി ആ ഭാവം, രൗദ്രഭാവം, ആ അക്രമവാസന അത്
പല വിധത്തിലാണ് അസുരന്മാരുടെ ഇടയിലേക്ക് അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ക്ഷണനേരം കൊണ്ട് തന്നെ അവരുടെ ബലത്തെ ഒന്നാകെ, അവരുടെ സൈന്യത്തെ ഒന്നാകെ ക്ഷയിപ്പിക്കുവാൻ സിംഹത്തിന് കഴിഞ്ഞു. അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. ശ്രുത്വാ തമസുരം ദേവ്യാ നിഹതം ധൂമ്രലോചനം ബലഞ്ച ക്ഷയിതം കൃത്സ്നം ദേവീ കേസരിണാ തതഃ. ശ്രുത്വാ തം അസുരം, കേട്ടിട്ട്, ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, തം അസുരം, ആ അസുരനെ, ദേവ്യാ നിഹതം, ദേവിയാൽ വധിക്കപ്പെട്ടു ആ അസുരൻ. ഏതസുരൻ? ധൂമ്രലോചനം. ധൂമ്രലോചനൻ എന്ന അസുര സൈന്യത്തിൻ്റെ സേനാധിപൻ വധിക്കപ്പെട്ടു എന്ന് കേട്ടിട്ട് ബലം ച ക്ഷപിതം സർവം ദേവി കേസരിണാ തതഃ. തന്നെയല്ല, ബലം ച ക്ഷപിതം, ധൂമ്രലോചനൻ എന്ന അസുരനെ ദേവി വധിക്കുന്നു. തൻ്റെ ആ ബലത്തെ, സൈന്യത്തെ ഒന്നാകെ ക്ഷപിതം സർവം, അതിനെ മൊത്തം ക്ഷയിപ്പിച്ചു കളഞ്ഞു. ആര്? ദേവി കേസരിണാ തതഃ. ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം ബാക്കിയുള്ള സൈന്യത്തെയും കൊന്നൊടുക്കി എന്ന് കേട്ടിട്ട്. അടുത്തത് 17-ാമത്തെ ശ്ലോകം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്. ചുകോപ ദൈത്യാധിപതി ശുംഭപ്രസ്ഫുരിതാധര ആജ്ഞാപയാമാസ ച തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ. ചുകോപ ദൈത്യാധിപതി, കോപിഷ്ഠനായി. ആര്? ദൈത്യാധിപതി, അസുരന്മാരുടെ അധിപനായിട്ടുള്ള ശുംഭൻ അങ്ങനെ കോപിഷ്ഠനായിട്ട്. പ്രസ്ഫുരിതാധരഃ, പ്രസ്ഫുരിത എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അധരം ചുണ്ടുകൾ, തൻ്റെ ചുണ്ടുകളൊക്കെ വിറയ്ക്കുവാൻ തുടങ്ങി. തൻ്റെ സൈന്യത്തെ ഒന്നാകെ ഇല്ലാതെയാക്കിയിരിക്കുന്നു ദേവി വാഹനം. തൻ്റെ സേനാധിപനെ ദേവി കൊന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അസുരന്മാരുടെ അധിപതിയായിട്ടുള്ള ശുംഭൻ കോപം കൊണ്ട് ചുണ്ടുകളൊക്കെ വിറയ്ക്കുവാൻ തുടങ്ങി. ആജ്ഞാപയാമാസ ച തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ. അങ്ങനെ വിറച്ചിട്ട് ആജ്ഞാപയാമാസ, ഇങ്ങനെ ആജ്ഞാപിച്ചു. ച തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ, മഹാസുരന്മാരായിട്ടുള്ള ചണ്ഡാസുരനും മുണ്ടാസുരനും. തൗ എന്ന് പറഞ്ഞാൽ രണ്ടുപേര്, അവർ രണ്ടുപേരാണ്. ഈ ചണ്ഡമുണ്ടന്മാരായിട്ടുള്ള ഈ രണ്ട് മഹാ അസുരന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചു. ദേവിയുടെ ആ കോപം കൊണ്ട് തൻ്റെ സേനാധിപൻ മാത്രമല്ല തനിക്ക് നഷ്ടമായിരിക്കുന്ന വലിയൊരു സൈന്യത്തെ തന്നെ നഷ്ടമായി. നമ്മൾ കണ്ടിരുന്നു, കോടിക്കണക്കിനായിരുന്നു ആൾബലം, അസുര സൈന്യം ഉണ്ടായിരുന്നത് അല്ലേ. ആ സൈന്യത്തിൽ അസുരന്മാരുണ്ട്. അവരെയൊക്കെ ഒറ്റയടിക്കാണ് ദേവിയുടെ വാഹനം ഇല്ലാതെയാക്കിയത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ശുംഭൻ എന്ന് പറയുന്ന ശുംഭാസുരന് കോപം കൊണ്ട് തൻ്റെ ചുണ്ടുകളൊക്കെ വിറച്ചു. എന്നിട്ട് ചണ്ഡാസുരനെ മുണ്ടാസുരനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട്, ആ പറഞ്ഞത് എന്താണെന്നാണ് ഇനിയും പറയാൻ വരുന്നത്. നോക്കൂ, ആ കോപം കൊണ്ട് ആസുരിക ഭാവം അങ്ങനെ പുറത്തു വരുന്നതാണ് നമ്മൾ ഇനിയും കാണുന്നത്. ആ ആസുരികമായിട്ടുള്ള വിചാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ശുംഭനിൽ നിന്നും അതുകൊണ്ട് തന്നെ ആസുരികമായ രീതിയിലുള്ള പ്രതികരണവുമാണ് വരുന്നത്. നമുക്ക് മുൻപിൽ ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോ നമ്മുടെ ഗുരുക്കന്മാരാവണം, അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇവിടെ നോക്കൂ, ദേവിയും അവരൊക്കെ കരുതുന്ന പോലെ, ഈ അസുരന്മാർ കരുതിയിരുന്നത് പോലെ വെറും ഒരു പെണ്ണും ഒരു സിംഹവും മാത്രം വിചാരിച്ചാൽ ഇത്രയും കോടിക്കണക്കിന് സൈന്യത്തെയും അതിബലവീര്യവാനായിട്ടുള്ള ധൂമ്രലോചനൻ എന്ന സൈന്യാധിപനെയും കൊന്നുവെങ്കിൽ ഇത് നിസ്സാരമല്ല എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ തങ്ങളുടെ ഉള്ളിലെ താനെന്ന ആ ഒരു അഹങ്കാരഭാവം, തങ്ങളുടെ കഴിവിലുള്ള അമിതമായിട്ടുള്ള ഒരു വിശ്വാസം, അതിലൂടെ ഉണ്ടായ ഒരു മതം, അതൊക്കെ ഈ ശുംഭാസുരനെ മറ്റൊരു തരത്തിലാണ് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ ചണ്ഡാസുരനോടും മുണ്ടാസുരനോടും പറഞ്ഞത് എന്താണെന്നാണ് പറയുന്നത്. 18-ാമത്തെ ശ്ലോകമാണ്. ഹേ ചണ്ഡ ഹേ മുണ്ട ബലൈർ ബഹുഭിഃ പരിവാരിതൗ
തത്ര ഗച്ഛത ഗത്വാ ച സാ സമാനീയതാം ലഘു. ഹേ ചണ്ഡ, ഹേ മുണ്ട, അത് സംബോധനയാണ്. അവരെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. അല്ലയോ ചണ്ഡ, മുണ്ട, നിങ്ങൾ എന്താ വേണ്ടത്? ബലൈർ ബഹുഭി പരിവാരിതൗ, അനേകം അസുര സൈന്യവുമായിട്ട്. ബലം എന്നതുകൊണ്ട് ഇവിടെ ശക്തി എന്നുള്ള അർത്ഥത്തിലല്ല, സൈന്യം എന്നുള്ള അർത്ഥത്തിൽ. ബഹുഭി ബലൈർ, ധാരാളം സൈന്യവുമായിട്ട്, അനേകം അസുര സൈന്യവുമായിട്ട് നിങ്ങൾ പരിവാരിതം എന്ന് പറഞ്ഞാൽ അവരോട് കൂടി നിങ്ങൾ തത്ര ഗച്ഛത, ഇപ്പോൾ തന്നെ നിങ്ങൾ ഗച്ഛത ഗച്ഛ അവിടേക്ക് പോകണം. എന്നിട്ട് ഗത്വാച സാ സമാനീയതാം ലഘു, അവിടെ ചെന്നിട്ട് എന്താ വേണ്ടേ? അവളെ എൻ്റെ മുൻപിൽ, സമാനീയതാം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരണം, കൂട്ടിക്കൊണ്ടുവരണം. സാ എന്നുള്ളിടത്ത് അവിടെ ദീർഘമുള്ളത് കൊണ്ട് തന്നെ അത് സ്ത്രീലിംഗ ശബ്ദമാണ്. അതായത് അവളെ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ദേവിയെക്കുറിച്ച് പറയാം. അവളെ പോയിട്ട് നിങ്ങൾ എൻ്റെ മുൻപിൽ കൂട്ടിക്കൊണ്ടുവരണം. കാരണം നിങ്ങളാണല്ലോ അവളെ ആദ്യം കണ്ടെത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ എളുപ്പമായിരിക്കും. അവളുടെ രീതികളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. അതുകൊണ്ട് പോയിട്ട് നിങ്ങൾക്കത് എളുപ്പമായിരിക്കും അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, അപ്പോഴും ആ ഒരു ആസുരികമായ വിചാരം ഉള്ളിൽ നിന്ന് പോകാതെ, ആ ഒരു സ്ത്രീ ശക്തിയെ ബഹുമാനിക്കുവാൻ കഴിയാതെ, ആദരിക്കുവാൻ കഴിയാതെ, തൻ്റെ ഉള്ളിലെ ആ ഒരു ആധിപത്യ ഭാവം, മനോഭാവം, ആ ഒരു മതം, തൻ്റെ കഴിവിലും തൻ്റെ സൈന്യത്തിലുമുള്ള അമിതമായ വിശ്വാസം കൊണ്ടുണ്ടായ മതം, അത് ആ വാക്കുകളിൽ മുഴുവൻ അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ പോയി അവളെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഈ ശുംഭനും നിശുംഭനോ അല്ലെങ്കിൽ മറ്റുള്ള അസുരന്മാരോ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല സ്ത്രീ ശക്തി എന്ന ആ ശക്തി സ്വരൂപിണിയുടെ ബലമെന്ന് കാണിച്ചു കൊടുത്തിട്ടും അത് മനസ്സിലാക്കുവാൻ ഈ മൂഢന്മാർക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് ഇപ്പോഴും അവരിൽ വർത്തിച്ചത് ആസുരികമായ ഭാവമായിരുന്നു. ഇനി നമുക്കടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. കേശേഷ്വാകൃഷ്യ ബദ്ധ്വാ വാ യദി വഹ് സംശയോ യുധി തദാശേഷായുധൈ സർവൈരസുരൈർവിനിഹന്യതാം. കേശേഷ്വാകൃഷ്യ ബദ്ധ്വാ വാ യദി വഹ് സംശയോ യുധി. യദി എങ്കിൽ എന്ത്? വഹ് സംശയോ യുധി, നിങ്ങൾക്ക് യുധി എന്നാൽ യുദ്ധം ചെയ്യുക. അവളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കൊരു മടിയുണ്ടെങ്കിൽ, ഒരു സംശയമുണ്ടെങ്കിൽ, സ്ത്രീകളോട് സാധാരണ യുദ്ധം ചെയ്യാൻ പുറപ്പെടില്ല അല്ലേ? പൊതുവെ നമ്മൾ പറയാറുണ്ട്, സ്ത്രീകളോടല്ല പരാക്രമം വേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ തുല്യ ബലമുള്ളവരോടാണ് പരാക്രമം വേണ്ടത് എന്നാണ് യുദ്ധത്തിൻ്റെ ഒരു നീതി എന്ന് പറയുന്നത്. ഇവിടെ സത്യത്തിൽ ദേവിക്ക് തുല്യമല്ല, പക്ഷേ സ്ത്രീ ഭാവമായതുകൊണ്ട് തന്നെ തങ്ങളെക്കാൾ കുറവാണ്, തങ്ങൾക്ക് പെട്ടെന്ന് കീഴടക്കാം എന്നുള്ളൊരു ഭാവമാണ് അസുരന്മാർക്ക്. എന്നിട്ടും ഇവിടെ ചണ്ടമുണ്ടന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കിനിയും അവളോട് യുദ്ധം ചെയ്യുവാൻ മടിയാണെങ്കിൽ കേശേഷു ആകൃഷ്യ ബദ്ധ്വാ, കേശേഷു ആകൃഷ്യ ബദ്ധ്വാ, അവളുടെ തലമുടിയിൽ, കേശേഷു എന്ന് പറഞ്ഞാൽ തലമുടിയിൽ, ബദ്ധ്വ എന്ന് പറഞ്ഞാൽ പിടിച്ചങ്ങോട്ട് കെട്ടിയിട്ട്, തലമുടിയിൽ ആകൃഷ്യ എന്ന് പറഞ്ഞാൽ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ബദ്ധ്വാവ, അതും അല്ലെങ്കിൽ തലമുടി പിടിച്ച് കെട്ടിയിട്ട്, തലമുടി കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് എൻ്റെ മുൻപിൽ നിങ്ങൾ കൊണ്ടുവരണം. തദശേഷായുധൈ സർവൈർ അസുരൈർ വിനിഹന്യതാം. ഇനി അവൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അശേഷ ആയുധൈ, അശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ ആയുധങ്ങളും, അസുരൈർ വിനിഹന്യതാം, എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ഈ അസുരന്മാരുടെ സഹായത്തോടുകൂടി, ഈ വലിയൊരു സൈന്യം നിങ്ങളോടൊപ്പം പുറപ്പെടുന്ന അവരുടെയും കൂടി സഹായത്തോടുകൂടി വിനിഹന്യതാം, അവളെ ശരിക്കും പീഡിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും മുറിവേൽപ്പിക്കണം അവളെ. നമ്മുടെ ശക്തി എന്താണ്, നമ്മുടെ സൈന്യത്തിൻ്റെ അടുക്കെ ഇങ്ങനെ എതിരിടാൻ വരുന്ന അവളെ ഒരു പാഠം പഠിപ്പിക്കണം, നന്നായി അവളെ മുറിവേൽപ്പിക്കണം, അവളെ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞാണ് വിടുന്നത് തന്നെ. ഇനി
ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 20ാമത്തെ ശ്ലോകം. ഇതൊരു ചെറിയ അധ്യായമാണ്, ധൂമ്രലോചനവധം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തുടർച്ചയാണ് അടുത്തത് ഇനിയും വരുന്നത്. നിശുംഭന്മാരുടെ വധമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം സൈന്യാധിപനെ വധിച്ചു, അതിനുശേഷം കുറേ സൈന്യത്തെ വധിക്കുന്നു, അടുത്ത ചണ്ടമുണ്ടന്മാരെ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ഏറ്റവും ഒടുവിലാണ് ശുംഭനിശുംഭന്മാരിലേക്ക് വരുന്നത്. നമ്മൾ അടുത്ത ശ്ലോകം, അവസാനത്തെ ശ്ലോകം 20ാമത്തെ ശ്ലോകം. തസ്യാം ഹതായാം ദുഷ്ടായാം സിംഹേ ച വിനിപാതിതേ ശീഘ്രമാഗമ്യ താം ബദ്ധ്വാ ഗൃഹീത്വാ താമഥാംബികാം. തസ്യാം ഹതായാം ദുഷ്ടായാം, ദുഷ്ടയായിട്ടുള്ള തസ്യാം അവളെ, ഹതായാം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലുക എന്നതിനേക്കാളേറെ അവളെ ഉപദ്രവിക്കവേ, അതായത് ഈ അസുരന്മാരെല്ലാം കൂടി ആ ഒരു സ്ത്രീയെ നേരിടുമ്പോൾ, അവളെ ഉപദ്രവിക്കുമ്പോൾ, സിംഹേച വിനിപാതിതേ, ആ സിംഹത്തെ ആദ്യം സിംഹേ ഹതായാം, സിംഹത്തെ കൊന്നിട്ട് വേണം അവളെ ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ സിംഹം വീണ്ടും നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്നിട്ട് ശീഘ്രമാഗമ്യതാം ബദ്ധ്വാ ഗൃഹീത്വം താം അഥ അംബികാം. ശീഘ്രമാഗമ്യതാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ എൻ്റെ മുൻപിൽ കൊണ്ടുവരിക. ആഗമ്യതാം, കൊണ്ടുവരിക എങ്ങനെ? ബദ്ധ്വാ, കെട്ടിക്കൊണ്ടുവരണം, പിടിച്ചു കെട്ടി അവളെ. താം അഥ അംബികാം. ഇവിടെ അംബികാം എന്നത് ഗ്രന്ഥകാരൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ സാക്ഷാൽ ജഗദംബികയെയാണ് പിടിച്ചു കെട്ടിക്കൊണ്ട് വരുവാനായിട്ട് ഇവിടെ ശുംഭൻ കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ശുംഭന് അങ്ങനെ ഒരു ജഗദംബികയാണെന്നുള്ള ഭാവത്തിലല്ല ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ശുംഭനെ മോഹിപ്പിച്ച ഒരു പെണ്ണിനെ തൻ്റെ വലയിലാക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങളാണിത്. പക്ഷേ നമുക്കിവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു തരുന്നു, ആ അംബികയെ, ജഗദംബികയെ പിടിച്ചുകെട്ടി എൻ്റെ മുൻപിൽ കൊണ്ടുവരൂ. അതിനാദ്യം അവളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അവളുടെ ആ സിംഹത്തെ കൊന്നുകളയണം നിങ്ങൾ. അതായത് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് സൈന്യത്തെയും ചണ്ടമുണ്ടാസുരന്മാരെയും സജ്ജരാക്കിയാണ് ശുംഭൻ അങ്ങോട്ട് യുദ്ധത്തിനായിട്ട് പറഞ്ഞു വിടുന്നത്. എന്നിട്ട് പറയാണ് അവളെ പിടിച്ചു കെട്ടി, അതെങ്ങനെ കെട്ടിക്കൊണ്ട് വേണം എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരു തരത്തിലും ഇനിയും രക്ഷപ്പെടാനുള്ള പഴുതുകളില്ലാതെ അവളെ എൻ്റെ മുൻപിൽ എത്തിക്കുക തന്നെ വേണം എന്നൊരു ശാഠ്യബുദ്ധിയാണ് അവിടെ ശുംഭൻ കാണിക്കുന്നത്. ഈയൊരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ശുംഭ വധമാണ്. നമ്മൾ 17ാമത്തെ ശ്ലോകത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ ചുകോപ ദൈത്യാധിപതി ശുംഭപ്രസ്ഫുരിതാധര അവിടെ വരുന്നിടത്ത് ചില ഗ്രന്ഥങ്ങളിൽ സുംഭ എന്ന് കാണാം, സായല്ല, ശുംഭാണ്. ശുംഭനും നിശുംഭനുമാണ്, ഷായാണ്, സായല്ല. അത് ഗ്രന്ഥങ്ങളിൽ തെറ്റായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളവർ അത് തിരുത്തി വായിക്കാൻ ശ്രമിക്കുക. ഇന്ന് അമ്മ പറയിപ്പിച്ചതൊക്കെ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനിയും അടുത്ത സത്സംഗത്തിൽ നമ്മൾ 7ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ഇത് ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ധൂമ്രലോചനവധോ നാമ ഷഷ്ഠോധ്യായഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ. സപ്തമോധ്യായഃ ചണ്ഡമുണ്ഡാസുരവധഃ. ഋഷിരുവാച ആജ്ഞപ്താസ്തേ തതോ ദൈത്യാശ്ചണ്ഡമുണ്ഡപുരോഗമാ ചതുരംഗബലോപേതാ യയുരഭ്യദ്യുതായുധാ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.